الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العظيم. പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റുവാൻ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തത്വബോധത്തെ അടിസ്ഥാനമാക്കിയാണ്. പടച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നാം പ്രതീക്ഷിക്കാത്ത അത്രയും വേഗത്തിൽ പുണ്യകരമായ ഈ നാളുകൾ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഇത് ഈ റമദാനിലെ അവസാനത്തെ ജുമുഅ ആയേക്കാം. ലക്ഷ്യങ്ങൾ നേടിയോ വീണ്ടും വീണ്ടും നമ്മിലേക്ക് തന്നെ നാം ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ ഈ ഉപവാസ സമരം വിജയമാണോ അതല്ല പരാജയമാണോ? സമരങ്ങൾ പലതരത്തിൽ നടക്കുന്ന കാലമാണ്. പല സമരങ്ങളും ഒത്തുതീർത്ത സമരങ്ങളാണ്. അങ്ങനെയാണ് അവസാനം സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒന്ന് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണോ പറയുന്നത്? അതല്ലെങ്കിൽ ശരീരത്തിനുമേൽ മനസ്സിന്റെ വളരെ ശക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ നാം തീരുമാനമെടുത്തുവോ? ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഉപവാസ സമരം വിജയപ്രദമാണോ അതല്ല പരാജയപ്പെടുകയാണോ എന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. എന്ത് നിലപാടെടുത്തു? ഭാവി ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെ നിലപാടുകളിലാണ് നാം എത്തിച്ചേർന്നത്? ഇനിയും എത്തിയില്ലെങ്കിൽ എന്താണ് നാം തീരുമാനിച്ചത് എന്നത് വളരെ പ്രധാനമാണ്. ഇതേപോലെ തീർച്ചയായും ഒരു നാൾ നമ്മിലേക്ക് മരണം വരും.
അല്ലെങ്കിൽ ഖിയാമത്ത് വരും. എല്ലാം പൊടുന്നനെ എന്ന പോലെയാണ് മുമ്പിലേക്ക് വന്നുപെടുന്നത്. അങ്ങനെയാണല്ലോ കാലം നമ്മോട് പറയുന്നത്. പൊടുന്നനെ രോഗങ്ങൾ, പൊടുന്നനെ മരണങ്ങൾ, അങ്ങനെയാണ്. മുന്നൊരുക്കങ്ങൾക്ക് സമയമില്ലാത്ത വിധം പെട്ടെന്ന് എല്ലാം സംഭവിച്ചു പോകുന്നത് പോലെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് 2 തവണ നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് ഇടയിൽ നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് ഓരോ നഫ്സും മുൻകൂട്ടി സംഭരിച്ചു വെച്ചത് എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും അത്തരമൊരു അവസാന ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ബഹ്റാൻ ബിൻ ആസിഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഭവം ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ഒരു സംഘം സ്വഹാബിമാർ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ആൾക്കൂട്ടം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അവരിൽ ആരോ പറഞ്ഞു, അവർ അവിടെ ഒരു ഖബർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഖബർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തെ വിട്ട് അതിവേഗം ആ ഖബറിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. അങ്ങനെ പണി പൂർത്തിയാവാത്ത ആ ഖബറിന്റെ അടുക്കൽ കുഴിച്ചെടുത്ത മണ്ണിലേക്ക് തന്റെ കാലുകൾ കുത്തിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുത്തി നിന്നുകൊണ്ട് കരഞ്ഞു. കരഞ്ഞു ആ കൂട്ടിയിട്ട മണൽ മുഴുവനും നനഞ്ഞു പോകുമാറ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടേയിരുന്നു അത്രേ. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിൽ സ്വഹാബത്തിനോട് പറഞ്ഞു, യഹ്വാനി ലിമിസ്ലിൽ യൗം ഫഅഅദ്തു, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലിൽ യൗം ഫഅഅദ്തു, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നൊരുക്കം നടത്തൂ. എല്ലാവരെയും കാത്തിരിക്കുന്നതാണ് ഈ മരണം, ഒരവസാനം. അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരാൾ ചോദിച്ചല്ലോ, ആരാണ് ഏറ്റവും ദീർഘവീക്ഷണമുള്ള ആൾ, ഏറ്റവും ബുദ്ധിമാൻ ആരാണ് പ്രവാചകനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത്, കൂടുതലായി മരണചിന്ത കൊണ്ടു നടക്കുന്നവരാണ് ബുദ്ധിമാൻ. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ സാമർത്ഥ്യമുള്ള ആള്? കൂടുതലായി ജീവിത ചിന്ത കൊണ്ടു നടക്കുന്നവരായിരിക്കും. പുതിയ പുതിയ പ്ലാനുകളും പദ്ധതികളും ആസൂത്രണങ്ങളുമായിട്ട് വേണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാളും അതിബുദ്ധി സാമർത്ഥ്യം നാം പ്രകടിപ്പിക്കേണ്ടത് നാളേക്ക് വേണ്ടിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. വീണ്ടും പറഞ്ഞു, മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുന്നവരാണ്, അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണ് അവരിൽ ഏറ്റവും ബുദ്ധിമാന്മാർ. അവർക്കാണ് ദുനിയാവിന്റെ മാന്യതയും പരലോകത്തിന്റെ ശ്രേഷ്ഠതയും ഒന്നിച്ച് നേടിയെടുക്കാൻ കഴിയുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ചേർത്ത് പറയുന്നത് കാണാം. സ്വർഗവും നരകവും നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗം മാത്രമല്ല, നരകവും കൂടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പടച്ചവനെ നരകമുക്തി നൽകണമേ, സ്വർഗപ്രവേശം നൽകണമേ എന്ന് 2 കാര്യങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ഹദീസ് ഇങ്ങനെയാണ്, കുല്ലു അഹ്ലിന്നാർ യറാ മഖഅദഹു മിനൽ ജന്ന, ഓരോ നരകാവകാശിയും അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കാണും. എന്താ അങ്ങനെ പറഞ്ഞാല്? നരകാവകാശി നരകമല്ലേ കാണുക? അല്ല, നരകാവകാശി നരകത്തിൽ പ്രവേശിക്കപ്പെടും മുമ്പായിട്ട് സ്വർഗത്തിലേക്ക് അയാൾക്ക് പാടി നോക്കാൻ ഒരവസരം ഉണ്ടാകും. ആ സമയത്ത് സ്വർഗത്തിൽ തനിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരുന്ന ഇരിപ്പിടം അയാൾ കാണുമത്രേ. സുബ്ഹാനല്ലാഹ്, ഓർത്തു നോക്കൂ. ആ സമയത്ത് അയാൾ പറയും, ലൗ അന്നല്ലാഹ ഹദാനി ഫയകൂനു അലൈഹി ഹസ്റ, ലൗ അന്നല്ലാഹ ഹദാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ, ഞാൻ ഹിദായത്തിന് അർഹനായിരുന്നുവെങ്കിൽ ഈ ഒരു ദുഃഖകരമായ അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല.
നരകം. സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട ഇരിപ്പിടമാണ് അയാൾക്ക് കാണിക്കപ്പെട്ടത്. പക്ഷേ അതിലെത്തിച്ചേരാൻ അയാൾക്ക് കഴിയില്ല. ഇതേപോലെ തന്നെ വക്കുല്ലു അഹ്ലിൽ ജന്നത്ത് യറാ മഖ്അദഹു മിനന്നാർ, ഓരോ സ്വർഗാവകാശിയും തന്റെ നരകത്തിലെ ഇരിപ്പിടം കാണും. ആ സമയത്ത് അയാൾ പറയും, ലൗല അന്നല്ലാഹ ഹദാനി, പടച്ചവനേ നീ എനിക്കെന്നാലും ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ ഫയകൂനു ലഹു ശുക്റാ, അങ്ങനെ അയാൾ പടച്ചവനെ കൂടുതലായിട്ട് അവിടെ വെച്ച് ശുക്ർ ചെയ്യും. അയാൾ സ്വർഗത്തിലേക്ക് പോകണം. പക്ഷെ ആ സമയത്ത് അയാൾക്ക് മുമ്പിൽ നരകത്തിലെ ഇരിപ്പിടം കാണിക്കപ്പെടുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കും സ്വർഗവും നരകവും ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ അല്ലാഹു സ്വർഗം മാത്രം ഒരാൾക്ക് നിശ്ചയിച്ച് അതിലേക്ക് കയറ്റി വിടുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കർമ്മങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം എന്നത് എന്നാണ് ചോദിച്ചെടുക്കാം. വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അത് ഓരോ ആളുടെയും ചെരുപ്പിന്റെ വാർ എത്രമാത്രം അടുത്താണോ അതേപോലെ സ്വർഗം അയാളോട് അടുത്തു നിൽക്കുന്നു. വൻ നാമിത്ലാലിക്, നരകവും അതേപോലെ അയാളുടെ അടുത്തു നിൽക്കുന്നു. ഇങ്ങനെ രണ്ട് ത്രാസുകളും ഏറിയും കുറഞ്ഞും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം. എന്താണ് നമ്മുടെ തീരുമാനം എന്നത് വളരെ പ്രധാനമാണ്. സ്വർഗക്കാരൻ നരകക്കാരന്റെ പ്രവൃത്തികൾ ചെയ്തേക്കും, നരകക്കാരൻ സ്വർഗക്കാരന്റെ പ്രവൃത്തിയും ചെയ്തേക്കും. പക്ഷേ നിർണായകമായ ഒരു സന്ദർഭമുണ്ട്. വഇന്നൽ അഅ്മാലു ബിൽ ഖവാത്തിൻ, അവസാന ഘട്ടം എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അമലുകളുടെ അവസ്ഥ നിർണയിക്കപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ വിധികൽപ്പിക്കാൻ പോകുന്നത് അവസാന ഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന, നമ്മെ പഠിപ്പിച്ച അർത്ഥവത്തായ ഒരു പ്രാർത്ഥന തന്നെയാണ്. അല്ലാഹുമ്മ ഇജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹി, ഇജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹി, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, എന്റെ ജീവിതത്തിലെ എന്റെ ആയുസ്സിലെ എനിക്ക് നീ അനുവദിച്ച ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കിയാണ് റബ്ബേ. ഏറ്റവും നന്മകൾ ചെയ്തുകൊണ്ട് നിന്നെ പ്രാപിക്കുവാൻ എനിക്ക് നീ അവസരം നൽകണമേ. എന്റെ ഈ ആയുസ്സിന്റെ ഏറ്റവും നല്ല ഭാഗം ഈ ആയുസ്സിന്റെ അവസാന ഭാഗമാക്കണമേ. പഠിച്ചോനെ എന്റെ അമലുകളിൽ ഏറ്റവും നല്ലത് എന്റെ അവസാന ഘട്ടത്തിലെ അമലാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് കാണാം. മുത്തഖീങ്ങൾക്കാണ് ശുഭ പര്യവസാനം, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് ശുഭ പര്യവസാനം. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട, ഏറെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയായിരിക്കും അന്ത്യം? ഏതവസ്ഥയിലാണ് നാം അല്ലാഹുവിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം നടത്തിയിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണല്ലോ, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഇത് നിരന്തരം വിശ്വാസിയുടെ മനസ്സ് ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പല സാഹചര്യങ്ങളിലേക്ക് മാറി മറിയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് അല്ലാഹുവിൽ തന്നെ തന്റെ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് ഈ ജീവിതത്തിൽ നാം ആർജിക്കേണ്ട സൗഭാഗ്യമായിരിക്കും. കടന്നു പോകുന്ന ഈ അവസരങ്ങളെ ഇനിയും എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചൂണ്ടുപലകൾ മാത്രമാണ് നൽകാൻ ശ്രമിച്ചത്. ഇനി അവശേഷിക്കുന്നത് 3 ഒറ്റ രാവുകൾ മാത്രമാണ്. എന്നാൽ അത് ഏറെ പ്രതീക്ഷ നൽകുന്ന രാവുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഭവനത്തിൽ തന്നെ സ്വയം ബന്ധിതനായിക്കൊണ്ട് പുണ്യം ആർജിച്ചെടുക്കേണ്ട പ്രധാനമായ നാളുകൾ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാളുകൾ. ഈ രാവുകളിലാണല്ലോ അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് കയറുന്നത്. വിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇന്നൽ മലായികത തിൽക ലൈല ഫിൽ അർദ് അക്സറു മിൻ അദദിൽ അശ്റ.
ആ രാവിലെ മലക്കുകളുടെ എണ്ണം, ഭൂമിയിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ എണ്ണം മണൽത്തരികളെക്കാൾ കൂടുതലായിരിക്കും എന്നാണ്. മണൽത്തരികളെക്കാൾ കൂടുതൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥന നിരതരായിക്കൊണ്ട് നമ്മിൽ നിന്നുള്ള പ്രാർത്ഥനകളെ ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അവതരിക്കുമ്പോഴും നമ്മൾ ഉറക്കത്തിലായിരിക്കുമോ? ആലോചിച്ച് നോക്കൂ. തീർച്ചയായും ഉണർന്നിരുന്ന് പുണ്യം നേടിയെടുക്കേണ്ട സുപ്രധാനമായ വേളയാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ബജറ്റ് അവതരിക്കപ്പെടുന്ന സന്ദർഭമാണത്. ഭൂമിയിൽ അവതരിക്കേണ്ട അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നടപ്പിലാക്കുന്ന സന്ദർഭമാണത്. അതേപോലെ തന്നെ അതിനിർണായകമായ മഹത്വമേറിയ രംഗവും കൂടിയാണ് അത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ടാണ് ആ രാവും ശ്രേഷ്ഠമായത് എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. റമദാൻ ശ്രേഷ്ഠമായതുപോലെ ആ രാവും ശ്രേഷ്ഠമായത് ഖുർആനിന്റെ അവതരണത്താൽ മാത്രമാണ്. ആ നിലക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ വ്യാഖ്യാനിക്കുന്നു. എങ്ങനെ? ഒരാൾ വിശുദ്ധ ഖുർആനിനോട് എന്ത് സമീപനം സ്വീകരിച്ചുവോ അതനുസരിച്ചാണ് അയാളുടെ നാളത്തെ വിധി നിർണയിക്കപ്പെടാൻ പോകുന്നത്. ഖുർആനിനോടുള്ള സമീപനം, ആ ഖുർആനിനെ നമ്മുടെ ഭരണഘടനയായി അംഗീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അതിൽ എത്രത്തോളം നാം മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പരിശോധിക്കേണ്ട സന്ദർഭം തന്നെയാണ് ഇത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാർ ചെയ്തിരിക്കുന്നു. അവസരങ്ങൾ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ട് നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരങ്ങളും നോമ്പും ഇതുപോലുള്ള സവിശേഷമായ സന്ദർഭങ്ങളും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ആരാണ് മുന്നിട്ട് വന്ന് ഇത് പ്രയോജനപ്പെടുത്താനുള്ളത് എന്ന ചോദ്യം എപ്പോഴും അവശേഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട് സമുദായത്തെ കുറിച്ച്. മിഅ്റാജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു വിലയിരുത്തലാണ്. സ്വർഗം പോലെ പ്രതീക്ഷ നൽകുന്ന സന്തോഷകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടില്ല. പക്ഷേ അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ ഉറങ്ങുകയാണ്. നരകം പോലെ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടില്ല. പക്ഷെ അതിനെ ഭയപ്പെടുന്നവരും ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് സമുദായത്തെ കുറിച്ചുള്ള പ്രവാചകന്റെ വിലയിരുത്തൽ. അവിടെയാണ് ഉണർന്നെഴുന്നേറ്റുകൊണ്ട് ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നാം ഒന്നുകൂടി കച്ചകെട്ടി ഇറങ്ങേണ്ടത്. നമുക്ക് നിർവഹിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മം സക്കാത്തുൽ ഫിത്റാണ്. ഫിത്ർ സക്കാത്ത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമ്മൾ ഉണർത്തുന്നത് ഫറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്ർ തുഹറത്തുൽ ലിസ്വാഇൻ മിനൽ ലഗ്വി വറഫസ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് അങ്ങനെയൊന്ന് നിർബന്ധമാക്കിയിട്ട് പഠിപ്പിച്ചതിന്റെ ലക്ഷ്യം, അതിൽ ഒന്നാമത്തേത് തുഹറത്തുൽ ലിസ്വാഇൻ, നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. മിനൽ ലഗ്വി വറഫസ്, അയാൾ പറഞ്ഞു പോയേക്കാവുന്ന അനാവശ്യമായ വാക്കുകളിൽ നിന്ന്, അശ്ലീല പ്രയോഗങ്ങളിൽ നിന്ന് അയാളെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനിയും വല്ലതും അവശേഷിക്കുന്നുവെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള അവസരമായിട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം മസാക്കീൻ, നമുക്കിടയിലെ മിസ്കീന്മാർക്ക്, അഗതികൾക്ക് സുഭിക്ഷത നൽകുക എന്നതും അതിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ സവിശേഷതയാണല്ലോ അത്. ആത്മീയവും ഭൗതികവുമായ മനുഷ്യന്റെ ആവശ്യങ്ങളെ കൂട്ടിയിണക്കുക എന്നത്. ഒരേ സമയത്ത് നോമ്പുകാരന്റെ മാനസികമായ വിശുദ്ധി, അവന്റെ അമലുകളിൽ സംഭവിച്ചിരിക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള അവസാനത്തെ മാർഗമാണ് ഫിത്ർ സക്കാത്ത്. അതോടൊപ്പം തന്നെ നമുക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള സുരക്ഷതയും അതിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീൻ പുലരുന്ന ഒരു നാൾ ഇനിയും ലോകത്ത് സമാജമാകുമ്പോൾ തീർച്ചയായും ആ നാടുകൾ സുഭിക്ഷതയുടേതായിരിക്കും. ഒരു വീട്ടിലും പട്ടിണി ഉണ്ടാവുകയില്ല. ഈ അടുത്ത് നമ്മുടെ രാജ്യത്തെ സെൻസസ് റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി. വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും അരപ്പട്ടിണിയിലും മുഴുവൻ പട്ടിണിയിലുമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇസ്ലാമിക വ്യവസ്ഥ
നമ്മുടെ കാലഘട്ടത്തിൽ അവതരിച്ചാൽ അത് യാഥാർത്ഥ്യമായാൽ തീർച്ചയായും ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത സുഭിക്ഷത അനുഭവപ്പെടും എന്ന ഒരു സന്ദേശം ഫിത്ർ സക്കാത്ത് നൽകുന്നുണ്ട്. ഖുലഫാഉർ റാഷിദുകളുടെ കാലം സാക്ഷ്യപ്പെടുത്തിയതുപോലെ എന്ന് കാണാം. ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എപ്പോഴാണ്? ഫമൻ അദ്ദാഹ ഖബ്ല സ്വലാ, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് ഒരാൾ അത് നിർവഹിച്ചാൽ ഫഹിയ സക്കാത്ത് മഖ്ബൂല, അത് സ്വീകാര്യമായ ഫിത്ർ സക്കാത്തായിരിക്കും. എന്നാൽ ഫമൻ അദ്ദാഹ ബഅദ സ്വലാ, ഒരാൾ നമസ്കാരത്തിന് ശേഷം, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അത് നിർവഹിക്കുന്നതെങ്കിലോ ഫഹിയ സ്വദഖത്തുൻ മിനസ് സ്വദഖാത്ത്, അത് ഫിത്ർ സക്കാത്തിൽ എണ്ണപ്പെടുകയില്ല, കേവലം ഒരു ദാനമായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗമ ശഹ്ർ റമളാൻ മുഅല്ലഖുൻ ബൈന അസ്സമാഇ വൽ അർദ്, മറ്റൊരു ഹദീസ്, നാം ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ റമളാനിലെ നോമ്പുകൾ മുഴുവനും ആകാശ ഭൂമികൾക്കിടയിൽ തങ്ങി നിൽക്കുമത്രേ. ഇവയൊന്നും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. വലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് നിർവഹിച്ച് കഴിയുന്നതോടുകൂടി മാത്രമേ അല്ലാഹുവിലേക്ക് അത് പുണ്യകരമായ അവസ്ഥയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതിന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അത് അതിന്റെ പൂർണ്ണതയോടുകൂടി തന്നെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. സക്കാത്തുൽ ഫിത്റിനെ കുറിച്ചുള്ള മറ്റൊരു പ്രയോഗം അത് സക്കാത്തുൽ ജസദാണ് എന്നതാണ്. ഓരോ ശരീരത്തിന്റെയും സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ. സാധാരണഗതിയിൽ സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ സമ്പന്നർ നിർവഹിക്കേണ്ടതാണ്. എന്നാൽ സക്കാത്തുൽ ഫിത്ർ ഓരോ ശരീരത്തിനും എന്ന് പറഞ്ഞാൽ ആ പെരുന്നാളിന്റെ വേളയിൽ ജീവിച്ചിരിപ്പുള്ള ഓരോ ശരീരത്തിന്റെയും സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ. അതുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ആളുകളും അത് നിർവഹിക്കേണ്ടതുണ്ട്. അഥവാ പെരുന്നാൾ ദിനത്തിൽ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ കഴിവുള്ള ആളുകളൊക്കെ അത് നിർവഹിക്കണം. അതിന് കഴിയാത്തവർക്ക് മാത്രമാണ് സക്കാത്തുൽ ഫിത്റിൽ ഇളവുള്ളത് എന്ന് കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമാവധി കൊടുത്ത് ശീലിക്കുക, പരസ്പരം പങ്കുവെച്ച് ശീലിക്കുക എന്നും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. സക്കാത്തുൽ ഫിത്ർ ഒരിക്കലും അലഞ്ഞു നടന്ന് വാങ്ങേണ്ടതോ കൊടുക്കേണ്ടതോ ആയ ഒന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഈ പുണ്യകരമായ ദിനത്തിൽ, ആഘോഷത്തിന്റെ ദിനത്തിൽ എങ്കിലും നിങ്ങൾ അലയാൻ വിടാതിരിക്കൂ എന്ന് പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ടതുപോലെ സംഘടിതമായി തന്നെയാണ് ഫിത്ർ സക്കാത്ത് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് നാം മനസ്സിലാക്കുന്നത്. അതിനൊരു വക്കീൽ ഉണ്ടായിരിക്കണം. വക്കീൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കപ്പെടാൻ പറ്റിയ ഒരാൾ. അത് ഇന്നത്തെ അവസ്ഥ വെച്ച് കമ്മിറ്റിയാകാം, അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളാകാം എന്നത് മാത്രമാണ് അതിൽ നാം തിരിച്ചറിയേണ്ട ഒരു സംഗതി. റമളാനിന്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെയും സക്കാത്തുൽ ഫിത്ർ കൊടുക്കാം എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. സ്വഹാബിമാർ ദിവസങ്ങൾക്ക് മുമ്പേ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ സക്കാത്തുൽ ഫിത്ർ ശേഖരിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം. അതൊക്കെ തികച്ചും പ്രായോഗികമായ ഒരു സംഗതിയാണ്. നിയ്യത്താണല്ലോ പ്രധാനം. അതുകൊണ്ട് മാസം കണ്ടതിന് ശേഷമേ നിർവഹിക്കപ്പെടാവുള്ളൂ എന്ന നിബന്ധനയല്ല, മറിച്ച് പ്രായോഗികമായ അവസ്ഥ കൂടി പരിഗണിച്ചിട്ട് മുൻകൂട്ടി തന്നെ അത് സംഭരിക്കുവാനും ആവശ്യമായ രൂപത്തിൽ പാക്ക് ചെയ്യുവാനും അത് നൽകപ്പെടേണ്ട അവകാശികളായ ആളുകളെ കണ്ടെത്തുവാനും എത്തിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ നിർവഹിക്കുവാനുള്ള അനുവാദമുണ്ട് എന്ന് നമുക്ക് കാണാം. എന്താണ് സക്കാത്തുൽ ഫിത്റായിട്ട് കൊടുക്കേണ്ടത്? ഓരോ സമൂഹത്തിലും മുഖ്യമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ് ഉപയോഗിക്കേണ്ടത്. 2.25 കിലോ അരിയാണ് അതിന്റെ അളവായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രാഥമിക തലത്തിൽ പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരിയാണ് അതിന് ഉപയോഗിക്കാവുന്നത്. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് ഈ ദിവസം അവർക്ക് സുഭിക്ഷത നൽകും. ഈ ദിവസം പെരുന്നാൾ ദിവസമാണ്, ആഘോഷത്തിന്റെ വേളയാണ്. അന്ന് എന്തായിരിക്കുമോ നാം ഉപയോഗിക്കുന്ന അരി, ധാന്യം, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ആ നിലക്ക് പണ്ഡിതന്മാർ ഫത്വ നൽകിയതായിട്ട് കാണാൻ കഴിയും.
തീർച്ചയായും ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ നമ്മുടെ കമ്മിറ്റികൾക്ക് ഇനിയെങ്കിലും സാധിക്കേണ്ടതുണ്ട് എന്ന് വീണ്ടും ഓർക്കുകയാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി അളവും അല്പം കുറഞ്ഞാലും എന്താണോ പൊതുസമൂഹം ആ ദിവസം ഉപയോഗിക്കുന്നത് അതാണ് കൂടുതൽ ഉത്തമം. കാരണം റേഷൻ കടയിൽ നിന്ന് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ BPL കാർഡുകാരന് 2 രൂപക്ക് അരി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും സാഹചര്യവും സമ്പർക്കവും പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ നിലയിൽ അവസാന ഘട്ടത്തിൽ നിർണായകമായ അമലുകൾ പൂർത്തീകരിക്കുവാൻ ആത്മപരിശോധന നടത്തുവാൻ ആ രീതിയിലാണ് നടത്തുക. നമ്മെ അനുഗ്രഹിക്കുമാണ്. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة. ഒരിക്കൽ കൂടി തഖ്വാബോധം ഉണർത്തി ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അവശേഷിക്കുന്ന ഈ വേളകൾ നമ്മുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടി ജാഗ്രതയോടെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സക്കാത്തിന്റെ കാര്യം ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ മറ്റ് എല്ലാ നിലയിലുമുള്ള ബാധ്യതകളുടെയും പൂർത്തീകരണം ഈ ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, സക്കാത്ത് സംവിധാനം വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ പാലിയേറ്റീവ് കെയർ സംവിധാനം, അതുപോലെ വേറെ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പള്ളിയുടെ മുറ്റത്തെ കൗണ്ടറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് സാമൂഹിക ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമഗ്ര സംവിധാനമാണ് നമ്മുടെ പള്ളി. ആ നിലയിൽ തന്നെ അവയെല്ലാം നമുക്ക് വേണ്ടിയിട്ട് സംവിധാനിക്കപ്പെട്ടത് എന്ന നിലക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്താൻ. നമ്മുടെ പള്ളി ആരംഭിച്ചിട്ട് അൽഹംദുലില്ലാ ഇത് 8ാമത്തെ റമദാനാണ്. ഒരുപക്ഷെ ഓരോ റമദാനും തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സുകളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് എന്ന് കാണാം. നാം ഓരോരുത്തരും നെഞ്ചേറ്റിയ ഒരു സംവിധാനമാണ് ഈ പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും. ഒരു ഉൾവഴിയിൽ ഒരുപക്ഷെ ഈ പട്ടണത്തിന്റെ തിരക്കിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളയിടത്ത്, വേണ്ടത്ര പാർക്കിംഗ് സംവിധാനങ്ങളില്ലാത്തയിടത്ത് എങ്ങനെയാണ് ഒരു പള്ളി ഇത്രയും സജീവമായിട്ട് നിലനിൽക്കുന്നത് എന്നതിന്റെ പിന്നിൽ വിശ്വാസികൾ അല്ലാഹുവിന്റെ ഭവനത്തെ നെഞ്ചേറ്റുന്നതിന്റെ ഏറ്റവും നല്ല മാതൃകയാണ് കാണേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ അംശം ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുതന്നെയാണ് കൂടുതൽ കൂടുതൽ ഈ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് കാണാം. നമ്മുടെ ഭാരവാഹികൾ ഓരോ വർഷവും വ്യത്യസ്തമായ പല പ്രൊജക്ടുകളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. പല ആശങ്കയോടുകൂടിയാണ് പലതും അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ നമ്മുടെ ആത്മാർത്ഥമായ സഹകരണത്താൽ അത്തരം പ്രൊജക്ടുകളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പള്ളിയുടെ മുകളിലത്തെ നില പൂർത്തിയാക്കാൻ വേണ്ടി ഒരു റമദാനിൽ നാം പരിശ്രമിച്ചത്. അതുപോലെ മുകളിൽ ഒരു ഓഡിറ്റോറിയത്തിന് വേണ്ടി ടെറസ് സംവിധാനം, അതുപോലെ തന്നെ ടൈൽ വിരിച്ചത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മിലൂടെ തന്നെയാണ് പൂർത്തിയായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവയെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവുന്നത്. നമ്മുടെ ജീവിത സാഹചര്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുന്നു. പഴയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാം.
നമ്മുടെ പള്ളിയിൽ ഏതാണ്ട് 10% സഹോദരങ്ങൾ കസേരയിലാണ് നമസ്കാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലർക്കും കാൽമുട്ട് വേദനയാണ്, പലതരം പ്രയാസങ്ങളാണ് എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ പള്ളി വളരെ ചെറിയൊരു സംവിധാനമാണ്. നമുക്കറിയാം, ഏതാണ്ട് 125ഓളം പേർക്കാണ് ഒരു ഫ്ലോറിൽ നമസ്കരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പരമാവധി അടുത്തിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വന്നത്. താമസിച്ചു വരുന്ന സഹോദരങ്ങൾ മദ്രസ സംവിധാനങ്ങളെയാണ് നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് പുരുഷന്മാർക്കുള്ള സംവിധാനം. അത്രയും കയറിയെത്താൻ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാര് പലരും ഈ കോൺഫറൻസ് ഹാളില് എത്തിക്കാതിരിക്കാമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പള്ളിയിൽ വരണം, വിവാഹത്തിൽ മുഴുകണം, പക്ഷെ സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ള ഒരുപാട് ഉമ്മമാരും വാപ്പമാരും നമുക്കിടയിൽ ഉണ്ട് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളി ഭാരവാഹികൾ പുതിയൊരു സാഹസികമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കാൻ നമ്മുടെ പള്ളിക്ക് ഒരു ലിഫ്റ്റ് സംവിധാനം അനിവാര്യമായിരിക്കുന്നു. 4 നിലയുള്ള ഈ കെട്ടിടത്തിൽ മുകളിലോട്ട് എത്തിച്ചേരാൻ ഒരുപാട് പ്രയാസമുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ ആലോചിക്കേണ്ടി വന്നത്. ഒരു പള്ളിക്ക് ലിഫ്റ്റോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സ്വാഭാവികമായിട്ട് പ്രയാസമുണ്ടാവും. കാരണം അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. എന്നാൽ പൊതുവെ ഏത് കെട്ടിടത്തിൽ എത്തുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ലിഫ്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷമേ സ്റ്റെപ്പ് കയറാൻ എന്ന് സന്നദ്ധമാകാറുള്ളൂ. അതിനാൽ ഈ ഉമ്മമാർക്കും പാപ്പമാർക്കും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവിന്റെ ഭവനത്തിൽ തന്നെ ഇബാദത്ത് അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ ഏതാണ്ട് 4000ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലം അങ്ങനെ കിടക്കാൻ അവിടെ നമുക്ക് നല്ല ഒരു ഓഡിറ്റോറിയം ഉണ്ടാകേണ്ടതുണ്ട്. ദഅവ സെന്റർ മസ്ജിദ് എന്ന ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദീനി പരിപാടികൾ അവിടെ വെച്ച് നമുക്ക് നടക്കേണ്ടതുണ്ട്. സൗകര്യപ്രദമായ ഒരു സംവിധാനം ഇല്ലാത്തതിനാൽ ഈ പ്രദേശത്തെ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഇഫ്താർ പ്രോഗ്രാം വരുമ്പോഴേക്ക് ആളുകൾ മുകളിലേക്ക് കയറിയിട്ട് കിതച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഇത് ഒരു അവസാന പരിഹാരമായിട്ട് നാം കാണേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു സംഖ്യ വേണ്ടിവരും എന്നത് ശരിയാണ്. എന്നാൽ ഇതല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രയാസത്തെ മറികടക്കാൻ നമുക്ക് സംവിധാനങ്ങളില്ല എന്നതാണ് അനുഭവപ്പെടുന്ന ഒരു പ്രയാസം. അതുകൊണ്ട് നമ്മളാൽ കഴിയും വിധത്തിൽ ഈ റമദാനിൽ അതിനുവേണ്ടി നിയ്യത്ത് ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. 50,000, 25, 10, 5 ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കൂപ്പണുകൾ നമുക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട്. ഓരോ ആളും അവരുടെ പരമാവധി ഞങ്ങളാൽ കഴിയും വിധത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കണം എന്നാണ് വാഗ്ദാനമുള്ളത്. ഇന്ന് പേരും ഫോൺ നമ്പറും എഴുതി അവിടെ പുറത്ത് കൗണ്ടറിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് നമുക്ക് നൽകുന്നതായിരിക്കും. പിന്നീട് ബന്ധപ്പെട്ടവർക്കുമായിട്ട് നിങ്ങളെ സമീപിക്കും എന്ന കൂടി അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ മഹത്തായ ഒരു സംരംഭം എന്ന നിലയ്ക്ക് നമ്മുടെ ഈ സ്ഥാപനം അതിനെല്ലാം പൂർണ്ണതയോടുകൂടി സമൂഹത്തിന് വെളിച്ചം നൽകുന്ന വിധത്തിൽ മാർഗദർശനം നൽകുന്ന വിധത്തിൽ നിലനിൽക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പഠിച്ചതിനെ വിശുദ്ധ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഥ, ഞങ്ങൾ അനുഷ്ഠിച്ച അമലുകളെല്ലാം സ്വീകരിക്കണമെന്നേ. പഠിച്ചവനെ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരാമെന്ന പഠിച്ചവനെ ഞങ്ങൾ പാപികളാണ്, തെറ്റുകൾ സംഭവിച്ചവരാണ്, ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. ഇതിന്റെ മുമ്പിൽ ഈ നാളുകൾ അത്രയും ഒരുപാട് കരഞ്ഞ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. നാഥ, ഞങ്ങളെന്ന് സ്വീകരിക്കണമെന്നവരെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണമെന്നാഥ. സ്വന്തം മനസ്സാക്ഷിയോട്, ശരീരത്തോട്, ഉമ്മയോട്, വാർത്തയോട്, ബന്ധുമിത്രാദികളോട് എല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നാഥ, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു വന്ന് സ്വർഗം നൽകി അനുഗ്രഹിക്കണമെന്നവരെ പഠിച്ചവനെ എല്ലാവിധ
സ്ട്രോക്ക് വന്നു കിടപ്പിലായി പോയി. ഇങ്ങനെ പേര് പറയപ്പെട്ടതും അല്ലാത്തതുമായ എത്രയോ സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. പഠിച്ചവനെ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കാനാവുന്നേ. പഠിച്ചവനെ നിന്റെ ദീനിന്റെ വഴിയിൽ ഇറങ്ങിത്തിരിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നാണ്. പഠിച്ചവനെ സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഇറുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കാനാവട്ടെ. പഠിച്ചവനെ ഞങ്ങൾ അനുഷ്ഠിച്ച വിവാദത്തുകൾ, രാത്രികാലങ്ങളിലെ നമസ്കാരങ്ങൾ, പകലിലെ നോമ്പുകൾ, ദാനധർമ്മങ്ങൾ, സക്കാത്തുകൾ എല്ലാം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കാനാവട്ടെ. ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ കൈയഴിച്ച് മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും നിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കുന്നവരാണ്. പഠിച്ചവനെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കാനാവട്ടെ. ഞങ്ങളുടെ ഗൾഫ് വിദേശങ്ങളിലുള്ള സഹോദരങ്ങൾ അവരെല്ലാവരും ഈ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. പഠിച്ചവനെ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കാനാവട്ടെ. ചൂരൻ ഭീഷണി നേരിടുന്നവരും പലതരത്തിലും ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും അവരിലുണ്ട്. അവർക്കെല്ലാം സുസ്ഥിരമായ സാമ്പത്തിക ഉപജീവന മാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്നാവട്ടെ. പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമെന്നാവട്ടെ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്നാവട്ടെ. ദീനിന്റെ വഴി അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നീ അവസരം നൽകണമെന്നാണ്. പഠിച്ചവനെ അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഉപജീവനവും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. പഠിച്ചവനെ വിവാഹപ്രായമെത്തിയ മക്കൾ, വിവാഹം നിശ്ചയിക്കപ്പെട്ടവർ അല്ലാത്തവർ എല്ലാവർക്കും ഏറ്റവും നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണമെന്നവരെ. പഠിച്ചവനെ സാമ്പത്തികമായ ഞെരുക്കങ്ങളാൽ ഇറുക്കങ്ങളാൽ ഹലാലായ ഉദ്ദേശങ്ങൾ പലതും പൂർത്തീകരിക്കപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പ്രയാസം അനുഭവിക്കുന്നവർ ധാരാളമാണ്. പഠിച്ചവനെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന്. പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മമാരും വാപ്പമാരും സഹോദരങ്ങൾ എല്ലാവർക്കും അർഹമായ വിധത്തിൽ പ്രതിഫലം നൽകണമെന്നവരെ. അവർക്കെല്ലാം മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അവരുടെ കബറിടങ്ങളെ സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കണമെന്നവരെ. പഠിച്ചവനെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ, ഈ പള്ളിയുടെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ഞങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നീ ഞങ്ങളെ ഏൽപ്പിച്ച അമാനത്ത് നിന്റെ വഴിയിൽ തന്നെ ചെലവഴിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. പഠിച്ചവനെ അതിൽ സംഭവിച്ചു പോയ രിയാവും ലോകമാന്യവും വല്ല വിധത്തിലുമുള്ള പ്രകടനാത്മകതയും ഉണ്ടായിപ്പോയെങ്കിൽ എല്ലാം വിട്ടുവീഴ്ച ചെയ്യണമെന്നേ. അവരെല്ലാം സ്വീകരിച്ച് ഞങ്ങളുടെ സ്വർഗത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റിത്തരണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا